ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയൊരു സർവേ ആണ്. അപ്പോൾ സർവേ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയൊരു ആനൊന്നും അല്ലല്ലോ. അപ്പോൾ എന്താണ് ഈ സർവേ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന മൊബൈൽ ബ്രാൻഡ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതുപോലെ അവർ ആ ഫോണുകളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ യൂസർ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ 5 പേരെ സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ പുറത്തോടെ ഇറങ്ങും, എന്നിട്ട് 5 പേരെ നമ്മൾ കാണും. അതിൽ ഓരോരുത്തരായിട്ട് നമ്മൾ ചോദിക്കും. നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ചോദിക്കുന്നത്. ആദ്യം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതിനുശേഷം നമ്മൾ ബ്രാൻഡ് ഏതാണെന്ന് ചോദിക്കും. ഇനിയാണ് മെയിൻ 3 ക്വസ്റ്റ്യൻസ്, ഈ ഫോണിനെ പറ്റിയുള്ള 3 ക്വസ്റ്റ്യൻ. ആദ്യം ഹീറ്റിനെ പറ്റി നമ്മൾ ചോദിക്കും, എങ്ങനെയുണ്ട് ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കും. ശേഷം രണ്ടാമത് നമ്മൾ ചോദിക്കുന്നത് ബാറ്ററിയെ പറ്റിയും ചാർജിങ്ങിനെ പറ്റിയായിരിക്കും. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഓവറോൾ യൂസർ റിവ്യൂ, അതായത് ആ ഫോൺ എങ്ങനെയുണ്ട്, അവരുടെ യൂസിനൊക്കെ ഓക്കെ ആണോ, ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ 3 ചോദ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഓരോ ചോദ്യത്തിനും നമ്മൾ 5 സ്റ്റാർ റേറ്റിംഗും കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഈ ഒരു ബ്രാൻഡിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റേറ്റിംഗ് കൊടുക്കും. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ബ്രാൻഡ് ഏതാണെന്നും നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഒരു റിപ്പോർട്ട് പോലെ നമ്മൾ സമ്മറി ആയിട്ട് സമർപ്പിക്കുന്നതായിരിക്കും. സോ അധിക സമയം കളയാതെ നമുക്ക് ആദ്യത്തെ ആളെ തപ്പി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പേര് ചോദിക്കാം. പേര് ബെന്നി. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ പേരായിട്ടുള്ള ബെന്നി. ഓക്കെ, നമുക്ക് അടുത്ത ചേട്ടനോട് ഈ കട തുടങ്ങിയിട്ട് എത്ര കാലമായിട്ട് ചോദിക്കാം. എത്ര കാലമായി കട? ഇതൊരു ഏകദേശം ഒരു 5-6 വർഷമായി. 5-6 വർഷമായി. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള പാരമ്പര്യമുള്ളൊരു കടയാണ്. അപ്പോൾ കടയുടെ ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഞാൻ ചേട്ടനോട് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ചേട്ടൻ്റെ ഫോൺ ഏതാണ്? ഫോൺ റിയൽമി. മോഡൽ അറിയാമോ? മോഡല് അറിയത്തില്ല, മോഡൽ പ്രശ്നമില്ല. റിയൽമിയുടെ ഫോണാണ് ആദ്യത്തെ ഫോൺ. ആദ്യം തന്നെ റിയൽമിയിൽ വന്നു. ഞാൻ സാംസങ് ആണ് പ്രതീക്ഷിച്ചത്. സാംസങ് അല്ല, റിയൽമിയാണ് ആദ്യം വന്നിരിക്കുന്നത്. സോ ഇനി നമുക്ക് കച്ചവടമാണ്. ഇനി നമുക്ക് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഹീറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ചൂടാവുന്നുണ്ടോ? ചൂടാവുന്നില്ല. ഓക്കെ, അപ്പം ചൂടാവുന്നതിൽ ഓക്കെ, ചൂടൊന്നും ആവുന്നില്ല, ഓക്കെയാണ്. അപ്പോൾ ചാർജിങ് ആൻഡ് ബാറ്ററി ചാർജിങ് എല്ലാം സ്പീഡാണ്, കുഴപ്പമില്ല. ഓക്കെ, ചാർജിങ്ങും ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ക്യാമറ എങ്ങനെയുണ്ട്? ക്യാമറയും വലിയ കുഴപ്പമില്ല. ഇങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞേ. ക്യാമറ വലിയ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇനി ഓവറോൾ യൂസർ റിവ്യൂ നല്ല രീതിയിൽ പോകുന്നുണ്ട്. യൂസിനെല്ലാം ഓക്കെ ആണോ? ഓക്കെയാണ്. അപ്പോൾ പറയുന്നത് എല്ലാം ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടാൻ മാത്രമുള്ള റേറ്റിംഗ് നമുക്ക് ഈ ഫോണിന് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ആളെ തപ്പാം. സോ അടുത്ത ആളുടെ അടുത്തോട്ട് പോവാം. സോ അപ്പോൾ നിങ്ങളെല്ലാവരും ബെന്നി ചേട്ടൻ്റെ റിവ്യൂ കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് തോന്നിയത് എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം ഓവറോൾ ഞാൻ റിപ്പോർട്ട് പറയുമല്ലോ, അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതുപോലെ എല്ലാ വീഡിയോയും അല്ലെങ്കിൽ എല്ലാ ക്ലിപ്പും കഴിയുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. സോ പുള്ളി ആദ്യം തന്നെ നമ്മൾ ചോദിച്ചത് ഹീറ്റിനെ പറ്റിയായിരുന്നു. ഹീറ്റിനെ പറ്റി പുള്ളി ഒരു 4 സ്റ്റാർ റേറ്റിംഗ് രീതിയിലാണ് പറഞ്ഞത്. കുഴപ്പമില്ല എന്നൊരു രീതിയിലാണ്. അത് നമുക്കൊരു 4 സ്റ്റാർ റേറ്റിംഗ് നമുക്ക് കൊടുക്കാം. ഇനി ക്യാമറയെ പറ്റി പുള്ളി പറഞ്ഞത് ഏകദേശം കുഴപ്പമില്ലാത്ത ക്യാമറ എന്നാണ് പുള്ളി അവിടെയും ഉപയോഗിച്ചത്. അതുകൊണ്ട് നമുക്കൊരു 3 സ്റ്റാർ റേറ്റിംഗ് അവിടെ കൊടുക്കാം. പിന്നെ ബാറ്ററി 3 വേണ്ട, അവിടെ ഒരു 4 തന്നെ കൊടുക്കാം, കാരണം കുഴപ്പമില്ലെന്ന് തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ ബാറ്ററി ബാക്കപ്പ് ആൻഡ് ആ ഒരു കാര്യങ്ങളിൽ പുള്ളി ഒരു 3 സ്റ്റാർ റേറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും ഒരു 3 സ്റ്റാർ ആക്കി തന്നെ നമുക്ക് കൊടുക്കാം. ഒരു രീതി വെച്ചാണ് ഈ ഒരു സ്റ്റാർ റേറ്റിംഗ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു 3 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം. ഓവറോൾ ഒരു 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതുണ്ടായിരുന്നു ആ ഫോൺ. ഓവറോൾ പുള്ളി പറഞ്ഞ പ്രകാരമാണെങ്കിൽ ആ ഫോണിന് നമുക്കൊരു 4 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം. റിയൽമിയുടെ ഫോണാണ്. അപ്പോൾ റിയൽമിക്ക് ആദ്യം നമ്മൾ, അല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോയിൽ തന്നെ റിയൽമിക്ക് ഒരു 4 സ്റ്റാർ റേറ്റിംഗ് റിയൽമി സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആളുടെ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം. രണ്ടാമത്തെ ആളെ കിട്ടിയിട്ടുണ്ട്. പേര് ചോദിക്കാം. പേരെനിക്കറിയാം. എൻ്റെ പേര് ജിമ്മി എന്നാണ് പേര്. ക്യാമറയിലോട്ട് നോക്കിയേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചേട്ടനോട് കട തുടങ്ങിയിട്ട് എത്ര കാലമായി ചോദിക്കാം. കട തുടങ്ങിയിട്ട് ഇപ്പോൾ 4.5 വർഷമാണ്. 4.5 വർഷമായി. മറ്റേ പുള്ളിയുടെ അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആണ്. അല്ല, കടയുടെ എക്സ്പീരിയൻസ് അതാണല്ലോ മെയിൻ. ഓക്കെ. ഇനി നമുക്ക് ഫോണിനെ പറ്റി ചോദിക്കാം. ഫോൺ ഏതാണ്? ഫോൺ റെഡ്മി K15. മേടിച്ചിട്ട് എത്ര കാലമായി? മേടിച്ചിട്ട് ഇപ്പോൾ 2.5 വർഷം. ഓക്കെ, 2.5 വർഷമായി മേടിച്ചിട്ട്. അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. നമുക്ക് ഓരോ സ്പെക്കിനെ പറ്റി നമുക്ക് ചോദിക്കാം. ഹീറ്റിംഗ് മൈൽഡായിട്ട് ചെറിയ രീതിക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 2.5 വർഷമായില്ലേ. റഫ്യൂസ് ആണ്. അപ്പോൾ ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം ഓക്കെ ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് ഇതിൻ്റെ ക്യാമറയെ പറ്റി ചോദിക്കാം. ക്യാമറ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല എന്നാണ് നമ്മൾ മെയിനായിട്ട് ബാറ്ററിയാണ് ഉദ്ദേശിക്കുന്നത്. ക്യാമറയുടെ ഉപയോഗം കുറവാണ്. അപ്പോൾ ബാറ്ററിയാണ്, സൗണ്ടാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത്. ബാറ്ററി സൗണ്ട് ഓക്കെ അല്ലേ? ചാർജിങ്ങും ഫാസ്റ്റ് ചാർജിങ് ആണ്. ഒരു 0 നിന്ന് 90-95 എത്താനൊരു ഏകദേശം
25-28 മിനിറ്റ് മതി. 28 മിനിറ്റ് കൊണ്ട്. അപ്പോൾ നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്. ഓക്കെ, 2 വർഷമായിട്ട് ഇപ്പോഴും ആ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ നന്നായിട്ട് നിലനിർത്തുന്നുണ്ട്. ഓക്കെയാണ്. പിന്നെ റഫ്യൂസ് ആണെങ്കിലും ഇപ്പോഴും ഫോണിന് പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഓവറോൾ റിവ്യൂ ഫോൺ മൊത്തത്തിൽ എങ്ങനെയുണ്ട്? 2 ഒരു 8.5 കൊടുക്കാം. ഓക്കെ, ക്യാമറയുടെ മാത്രമുള്ള ചെറിയൊരു, അപ്പം ക്യാമറ മാത്രമേ ഉള്ളൂ അത്ര വലിയ പവർഫുൾ ക്യാമറയല്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പം ഒരു 8.5 ആണ് പുള്ളി പറയുന്ന പുള്ളിയുടെ ഫോണിൻ്റെ റേറ്റിംഗ്. എങ്കിലും അതൊരു മാന്യമായൊരു റേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് പുള്ളിനെ കൊണ്ട് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പേര് പറയൂ. അത് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ഫോൺ എടു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. യൂട്യൂബ് എടു. പറഞ്ഞോളൂ. ഹൈടെക് പ്ലാനറ്റ് അല്ല GHD. അതന്നെ, കറക്റ്റ്. ആണോ ഹൈടെക് പ്ലാനറ്റ്? അല്ല, കെ ആണോ ഉപയോഗിക്കുന്നത്, സി ആണോ ഉപയോഗിക്കുന്നത്? ഹൈടെക് പ്ലാനറ്റ് CH. പ്ലാനറ്റ് PLNT. അതന്നെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കൺഫർമേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു സബ്സ്ക്രൈബറിനെ കിട്ടി. ഇനി നമുക്ക് അടുത്ത ആളുടെ അടുത്തോട്ട് പോകാം. ഇപ്പം നിങ്ങളെല്ലാവരും ജിമ്മി ചേട്ടൻ്റെ റിവ്യൂ കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ ഒരു രീതിയിലുള്ള റിവ്യൂ അതിൻ്റെ താഴെ പറയാം. ഓക്കെ, അപ്പം ഈ ഒരു ഫോണെന്ന് പറയുന്നത് റെഡ്മിയുടെ ഫോണാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ആ ഒരു ഹീറ്റിംഗ് ഞാൻ ആദ്യം ചോദിച്ചു. ഹീറ്റിംഗ് പുള്ളി ഒരു 4 സ്റ്റാർ റേറ്റിംഗ് തരുന്നുണ്ട്. 4 സ്റ്റാർ റേറ്റിംഗ് എങ്കിലും കൂടുതലാണ്. കാരണം പുള്ളി ആ ഒരു പറഞ്ഞ രീതിയിലാണ് ഞാൻ സ്റ്റാർ ഇട്ടിരിക്കുന്നത്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ. കാരണം ആ ഒരു ഫോൺ നല്ല അത്യാവശ്യം പഴക്കമുണ്ട്. കാരണം ഒരു 2 വർഷം പുള്ളി പറഞ്ഞ രീതിയിലാണ് 2 വർഷം പഴക്കമുണ്ട് ആ ഫോണിന്. അപ്പോൾ ഒരു നല്ലൊരു റിവ്യൂ തന്നെയാണ്. ആ ഫോൺ ഇപ്പോഴും അത് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നല്ലോ, ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പുള്ളി പറഞ്ഞത് ക്യാമറേനെ പറ്റി. ക്യാമറ കുറച്ച് ശോകമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്കൊരു 2 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം. കാരണം അത്ര വലിയ ഗുണമില്ലാത്തൊരു ക്യാമറ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു 2 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം. ഇനി ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പുള്ളി പറഞ്ഞത് നല്ല അഭിപ്രായമാണ്, വളരെ നല്ല അഭിപ്രായമാണ് പുള്ളി പറഞ്ഞത്. നല്ല ഫാസ്റ്റ് ചാർജിങ് കൊണ്ട്, നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കാം, കാരണം നല്ലത് അവിടെ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ ഓവറോൾ ഇതിനൊരു 4 സ്റ്റാർ റേറ്റിംഗ് നമുക്ക് ഈ ഫോണിനും ലഭ്യമാണ്. ഇനി നമുക്ക് അടുത്ത ഫോൺ നോക്കാം. നമ്മളത്തെ ആളുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് പേര് ചോദിക്കാം. പേര്? എൻ്റെ പേര് ഷിജോ. എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? ഞാനിവിടെ ഒരു 10 വർഷമായിട്ടുണ്ട്. 10 വർഷമായി. അപ്പം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ചേട്ടൻ യൂസ് ചെയ്ത ഫോൺ ഏതാ? എൻ്റേത് റിയൽമി നസ്രോ. ഓക്കെ, റിയൽമിയുടെ ഫോണാണ്. ഇപ്പം നമ്മൾ രണ്ടാമത്തെയാണ് റിയൽമിയുടെ ഫോൺ. രണ്ട് ഫോണായി ഇപ്പോൾ ടോട്ടൽ. ഇനി നമുക്ക് ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളും ചോദിക്കാം. എങ്ങനെയുണ്ട് ഹീറ്റിംഗ് ഒക്കെ? കുഴപ്പമില്ല, നല്ല ഫോണാണ്. ഹീറ്റിംഗ് ഒന്നും അങ്ങനെ കാര്യം. എത്ര കാലമായി മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 4 മാസം. 4 മാസമായി. അപ്പം പുതിയ ഫോണാണ്. ചാർജിങ് ബാറ്ററി ബാക്കപ്പ് 5000 mAh വെച്ച് കുഴപ്പമില്ല. ഫാസ്റ്റ് ചാർജർ ഉണ്ട്, കുഴപ്പമില്ല. നല്ല സ്പീഡിൽ പെട്ടെന്ന് ചാർജ്. ഓക്കെ, പെട്ടെന്ന് ചാർജ് ആവും. പിന്നെ ക്യാമറ നല്ലതാണ് കേട്ടോ, കുഴപ്പമില്ല. 50 MB ആണ് ക്യാമറ, നല്ല ക്ലാരിറ്റി ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ക്യാമറ ഓക്കെയാണ്. പിന്നെ ടോട്ടൽ ഒരു യൂസർ എക്സ്പീരിയൻസ്, ലാഗും കാര്യങ്ങളൊക്കെ? ലാഗൊന്നുമില്ല, ഒട്ടുമില്ല, കുഴപ്പമില്ല. നല്ല യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, കുഴപ്പമില്ല, നല്ല സ്പീഡുണ്ട്. നെറ്റ് യൂസ് ചെയ്യാനൊക്കെ നല്ല സ്പീഡുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഓക്കെ. 5G ആണോ? 5G സപ്പോർട്ട് ചെയ്യുന്ന. അപ്പോൾ മൊത്തത്തിൽ എല്ലാം ഓക്കെ ആണെന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല റേറ്റിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ രീതിയിലൊരു ഫോണാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, ചെയ്യാം. ആയിക്കോട്ടെ. ഹൈടെക് പ്ലാനറ്റ് HI TECH അല്ലല്ല, പ്ലാനറ്റ് PL. അതെ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു. ഓക്കെ, അങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത സബ്സ്ക്രൈബറിനെയും കൂടെ കിട്ടി. ഇനി നമുക്ക് അടുത്ത കടയിലോട്ടോ അല്ലെങ്കിൽ അടുത്ത ആളെ കണ്ടുപിടിക്കാം. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് നിങ്ങളെല്ലാവരും ഷിജോ ചേട്ടൻ്റെ റിവ്യൂ കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്ക് എടുത്തൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ നിങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും. ഷിജോ ചേട്ടൻ്റെ റിയൽമിയുടെ ഫോണാണ്, റിയൽമി നാസ്രോ ആണ് പുള്ളിയുടെ ഫോൺ. അപ്പം ഈ ഫോണിൽ പുള്ളിയുടെ പുതിയ ഫോൺ ആയതുകൊണ്ട് തന്നെ പുള്ളി എല്ലാത്തിനും ഒരു 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഒരു റിവ്യൂ തന്നെയാണ് തന്നിരിക്കുന്നത്. അതിനിപ്പോൾ ഹീറ്റിംഗ് ആയാലും, പുതിയ ഫോണാണല്ലോ, ഹീറ്റിംഗ് ആയാലും ക്യാമറ ആയാലും അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് ആൻഡ് ഓവറോൾ കാര്യങ്ങളൊക്കെ പുള്ളി ഒരു 5 സ്റ്റാർ റേറ്റിങ്ങിനുള്ളത് തന്നെ തന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാത്തിനും ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ഹീറ്റിനാവട്ടെ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ക്യാമറയ്ക്കാവട്ടെ 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാറ്ററി ബാക്കപ്പും ചാർജിങ്ങിലും ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കാം. ഈ ഫോണിന് ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നു. റിയൽമിയുടെ രണ്ടാമത്തെ ഫോണാണ്. ഇതും ഏകദേശം ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഈ ഫോണിനും വരുന്നുണ്ട്. സോ നമുക്കിനി അടുത്ത ഫോൺ നോക്കാം. ആളെയും കിട്ടിയിട്ടുണ്ട്. പേര് ബാബു എന്നാണ് പേര്. എത്ര കാലമായി കട തുടങ്ങിയിട്ട്? 1.5 വർഷമായി. 1.5 വർഷമായി കട തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഫോണിനെ പറ്റി ജസ്റ്റ് ഒന്ന് ചോദിക്കും. ഫോൺ ഏതാണ്? പോക്കോയുടെയാണ് ഫോൺ. അപ്പം ഹീറ്റിംഗ് ഒക്കെ ഇല്ല, കുഴപ്പമൊന്നുമില്ല. ക്യാമറ കുഴപ്പമില്ല. പിന്നെ ബാറ്ററി ബാക്കപ്പും ചാർജിങ്ങും എല്ലാം ഉണ്ട്, ഓക്കെയാണ്. പിന്നെ മൊത്തത്തിലൊരു യൂസർ റിവ്യൂ, അതായത് നിങ്ങളുടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലാഗ് ഉണ്ടോ? കുഴപ്പമില്ല, നല്ലതായിട്ട് യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഹായ്, ആദ്യമായിട്ട് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ യൂട്യൂബിൽ വരും, അപ്പം കണ്ടാൽ മതി. ഓക്കെ, ശരി, ബൈ. ഇനിയിപ്പോൾ ബാബു ചേട്ടൻ്റെ ഫോൺ നോക്കാം. പുള്ളിയുടെ പോക്കോയാണ്. അപ്പം പോക്കോയുടെ ഫോൺ ഇതുവരെ ഈ കൂട്ടത്തിലൊന്നും പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ഈ പോക്കോയുടെ ഫോൺ നോക്കുകയാണെങ്കിൽ പുള്ളി പറഞ്ഞു ഹീറ്റിംഗ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പിന്നെ ക്യാമറ ഓക്കെയാണ്. പുള്ളി അങ്ങനെ അധികം, ഞാൻ നോക്കിയിട്ട് പുള്ളി അങ്ങനെ അധികം ഫോണായിട്ട് അത്ര ഉപയോഗിക്കുന്ന ടൈപ്പ് അല്ലെന്ന് തോന്നുന്നു. അപ്പം ആ രീതിയിലാണ് പുള്ളി പറഞ്ഞതും. പിന്നെ ഹീറ്റിങ് ഓക്കെയാണ്, ക്യാമറ ഓക്കെയാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പും ചാർജിങ്ങും ഒരു 4 സ്റ്റാർ റേറ്റിംഗ്. ഏകദേശം ഇതിനും ഒരു 4 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് പുള്ളി തന്നിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത ആളുടെ നോക്കാം. ഇപ്പോൾ നിങ്ങളെ എല്ലാവരുടെയും ഈ 5 പേരുടെയും റിവ്യൂ കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ബ്രാൻഡുകളുടെ റിവ്യൂ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഓൾ റൗണ്ട് മാർക്കിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഇതിനകത്ത് റെഡ്മി റിയൽമിയാണ് 2 ഫോൺ വെച്ച് വന്നിരിക്കുന്നത്. പോക്കോ പക്ഷേ ഒറ്റ ഫോണേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം പോക്കോ തന്നെ എടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പോക്കോ 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ആ ഫോണിന് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോക്കോയ്ക്ക് ആ 4 സ്റ്റാർ റേറ്റിംഗേ ഉള്ളൂ. സോ നമുക്ക് ആ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം പോക്കോയിനെ. ഇനി റെഡ്മി ആണുള്ളത്. റെഡ്മിയുടെ ഫോണിന് നമുക്ക് ആദ്യം ഒരു 4 സ്റ്റാർ റേറ്റിംഗ് ഞാൻ ജിമ്മി ചേട്ടന് കൊടുത്തായിരുന്നു. പിന്നെ എൽസി ചേച്ചിയുടെ റെഡ്മി ആണ് ഫോൺ. അപ്പം എൽസി ചേച്ചിക്കും ഞാൻ ഒരു 4 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിരുന്നു. അപ്പോൾ 4+4 8 സ്കോർ 8 ആണ് ഇതിനൊരു മാർക്ക് വരുന്നത്. ഞാൻ ടോട്ടൽ 10ലാണ് കൊടുക്കുന്നത്. അപ്പം 8 മാർക്ക് നമ്മുടെ റെഡ്മി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റിയൽമി നോക്കാം. റിയൽമി നമ്മുടെ ബെന്നി ചേട്ടൻ്റെ ഫോൺ റിയൽമി ആയിരുന്നു. അതുപോലെ തന്നെ സിജോ ചേട്ടൻ്റെ ഫോണും റിയൽമി ആയിരുന്നു. അപ്പം ബെന്നി ചേട്ടന് ഞാൻ ഒരു 4 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുത്തിരുന്നത്. സിജോ ചേട്ടന് പക്ഷേ പുതിയ ഫോൺ ആയതുകൊണ്ടും അത്രയും ഞാൻ ഉപയോഗിച്ച് നോക്കിയായിരുന്നു. അപ്പം നല്ലൊരു ഫോണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം. സോ 4+5 9 മാർക്സ് നമ്മുടെ റിയൽമി സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സർവേയിലെ വിന്നർ എന്ന് പറയുന്നത് റിയൽമി ആണ്. സെക്കൻഡ് റെഡ്മി, തേർഡ് പോക്കോ. അപ്പം ഇതിൽ എന്നെ ഞെട്ടിച്ചത് സാംസങ്ങിൻ്റെ ഒരു ഫോൺ പോലും ഈ 5 പേരുടെ അടുത്തില്ലായിരുന്നു എന്നുള്ളതാണ്. ഫുൾ റിയൽമി, റെഡ്മി, പോക്കോ ഒരു ഫോൺ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ചിലപ്പോൾ ഒന്ന് ജയിക്കായിരുന്നു എന്നായിരിക്കും ഇപ്പോൾ പോക്കോ വിചാരിക്കുന്നത്. പക്ഷേ ജയിക്കായിരിക്കുമായിരിക്കും. പക്ഷേ പോട്ടെ, പിന്നെ പറയാം. അപ്പം നമുക്ക് റിയൽമിയും റെഡ്മിയാണ് ഇന്നത്തെ വിന്നേഴ്സ്. അതിലെ മെയിൻ വിന്നർ റിയൽമി ആണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സർവേ. നമുക്കിനി ഇതുപോലുള്ള സർവേ വീഡിയോസായിട്ടും വ്ളോഗ് വീഡിയോസായിട്ടും അതുപോലെ ടെക് റിലേറ്റഡ് കണ്ടൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അടുത്ത വീഡിയോയിൽ നിങ്ങളെയൊക്കെ കാണും വരേക്കും ഗുഡ് ബൈ.